ഒമാൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ തണുപ്പ് കടുക്കുന്നു. ഒമാനിലെ മസ്കറ്റിൽ താപനില 16 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞപ്പോൾ കുവൈറ്റിന്റെ ഉൾപ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിയാദ്, ഖാസിം, ഹായിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ -1 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തബൂക്ക് മേഖലയിൽ മഞ്ഞുവീഴ്ച തുടരുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ടെങ്കിലും യാത്രാ തടസ്സങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഖത്തറിൽ ശക്തമായ ശീതക്കാറ്റ് വീശുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഒമാൻ പുതിയതായി നടപ്പിലാക്കിയ ടാക്സ് അതോറിറ്റി പരിഷ്കാരങ്ങൾ ബിസിനസ് മേഖലയ്ക്ക് കരുത്താകുകയാണ്. നികുതി കൃത്യമായി അടയ്ക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി ഒമാൻ ടാക്സ് അതോറിറ്റി ടാക്സ് എക്സലൻസ് കാർഡ് പുറത്തിറക്കി. ഈ കാർഡുള്ളവർക്ക് സർക്കാർ സേവനങ്ങളിൽ മുൻഗണനയും പ്രത്യേക ഇളവുകളും ലഭിക്കും. സുതാര്യമായ സാമ്പത്തിക ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഒമാനിൽ വ്യക്തിഗത വരുമാന നികുതിയില്ല. 2028 മുതൽ മാത്രം നടപ്പിലാക്കാൻ പോകുന്ന പുതിയ വരുമാന നികുതി നിയമത്തിൽ പ്രതിവർഷം 42,000 ഒമാനി റിയാലിന് മുകളിൽ വരുമാനമുള്ളവർക്ക് മാത്രമാണ് 5% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശ്വാസമാണ്. സ്വദേശികൾക്കും മലയാളി പ്രവാസികൾക്കും ആശ്വാസമായി ദുബായിൽ സ്വർണ്ണവില കുറഞ്ഞു. ഡിസംബർ അവസാന വാരത്തിൽ ദുബായ് സ്വർണ്ണ വിപണിയിൽ വിലയിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ ദൃശ്യമായിരുന്നു. കേരളത്തിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പവന് വലിയ ലാഭമാണ് ഇപ്പോൾ UAEയിൽ ലഭിക്കുന്നത്. ഡിസംബർ 30-ന് ദുബായിൽ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏകദേശം 526.25 ദിർഹം ആണ് രേഖപ്പെടുത്തിയത്. ഇത് മുൻ ദിവസത്തെ അപേക്ഷിച്ച് നേരിയ വർധനവാണെങ്കിലും മാസത്തിന്റെ തുടക്കത്തിലെ റെക്കോർഡ് വില ഗ്രാമിന് 546 ദിർഹത്തിന് മുകളിൽ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. ഇതുകൂടാതെ വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർക്ക് എയർപോർട്ടിൽ നിന്നും 5% വാറ്റ് തുക തിരികെ ലഭിക്കുന്ന ആനുകൂല്യവും സ്വർണം വാങ്ങുന്നത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. UAEയിൽ പുതുതായി പുറത്തിറക്കിയ ഫെഡറൽ ഡിഗ്രി നിയമം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ദേശീയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ഏകീകരിക്കുന്നതിനായി UAE ആദ്യമായി ഫെഡറൽ നിയമം പുറത്തിറക്കിയിരിക്കുകയാണ്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖല കൂടുതൽ സുതാര്യമാക്കാനും ഗുണനിലവാരം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ നിയമം പ്രവാസി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. KG മുതൽ ഗ്രേഡ് 12 വരെ പഠിക്കുന്ന ദേശീയ പാഠ്യപദ്ധതിയുടെ രൂപകൽപ്പനയും ഗുണനിലവാരവും സർക്കാർ നേരിട്ട് നിയന്ത്രിക്കും. ദേശീയ പാഠ്യപദ്ധതി പിന്തുടരാത്ത സ്വകാര്യ സ്കൂളുകളും ചില നിർബന്ധിത വിഷയങ്ങൾ, അതായത് അറബിക്, ഇസ്ലാമിക് പോലുള്ളവ, പഠനം തുടങ്ങിയവ ഇനി മുതൽ കർശനമായ സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ പഠിപ്പിക്കണം. സൗദി അറേബ്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 7.5% ക്രമീകരിക്കപ്പെട്ടതിനൊപ്പം റിയാദിലെ പ്രധാന 5 റോഡുകളുടെ വികസനത്തിനായി 800 കോടി റിയാൽ അനുവദിച്ചിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം വിദേശ നിക്ഷേപകരെയും പ്രൊഫഷണലുകളെയും രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. വർഷാവസാനം ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ്. സാമ്പത്തിക ഏകീകരണത്തിനുള്ള GCC രാജ്യങ്ങളുടെ ശ്രമങ്ങളും പ്രവാസികൾക്ക് അനുകൂലമായ നിയമപരിഷ്കാരങ്ങളും പുതുവർഷത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങളും വളർച്ചയും ഉണ്ടാകുമെന്ന ശുഭസൂചനയാണ് നൽകുന്നത്. പുതിയ സ്വപ്നങ്ങളുമായി 2026-നെ വരവേൽക്കാൻ ഗൾഫ് ലോകം ഒരുങ്ങിക്കഴിഞ്ഞു.